മലയാളികളുടെ ഭക്ഷണപ്രിയം ലോകമെമ്പാടും പ്രശസ്തമാണ് ഇല്ലേ? പക്ഷേ ഈ ഭക്ഷണപ്രിയരായിട്ടുള്ള മലയാളികളായ നമ്മൾക്ക് യാത്രകളൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഇല്ലേ, അല്ലെങ്കിൽ ചില തട്ടുകടകളിലൊക്കെ കയറുമ്പോൾ എന്താ പറയുക, ഈച്ചകളുടെ പ്രസൻസ് നമ്മളുടെ ഭക്ഷണത്തോടുള്ള താല്പര്യത്തിന് പലപ്പോഴും ഒരു വിഘാതമായിട്ട് നിൽക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈച്ചയുടെ പ്രസൻസ് ഉള്ള സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെയാണ് അവിടെ ഉള്ളെങ്കിൽ പോലും, പക്ഷേ ഈച്ചയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഈച്ചയെല്ലാം പലപ്പോഴും നമുക്ക് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലേ? വൃത്തിഹീനതയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് പലപ്പോഴും ഈച്ചയെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈച്ചയെ പറ്റി ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ ചർച്ച. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹേമന്ത് അരവിന്ദ്, റിസർച്ച് അപ്ടെക് ലിമിറ്റഡ്, കോട്ടയം. ഈച്ച എന്ന് പറയുന്നത് ഒരു പെസ്റ്റോ അല്ലെങ്കിൽ ഇൻസെക്റ്റോ എന്നൊക്കെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ജീവിയാണ്. അത് ലോകമെമ്പാടുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ. ഏകദേശം എന്താ പറയുക, 100-ലധികം രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ രോഗവാഹകരായിട്ടുള്ള ഓർഗാനിസത്തെയൊക്കെ വഹിക്കുന്ന ഒരു ജീവിയും കൂടെയാണ് ഈ ഈച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ചയുടെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ മുസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇനി ഇതിൻ്റെ ഒരു ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വേസ്റ്റിലാണ് ഇത് വളരുന്നത് അല്ലേ? എല്ലാം പലതരത്തിലുള്ള ഇപ്പോൾ ചീഞ്ഞ പച്ചക്കറികളായിക്കോട്ടെ, ചീഞ്ഞ ഭക്ഷണമായിക്കോട്ടെ, ഇനിയും വിസർജ്യങ്ങളായിക്കോട്ടെ, അത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയൊക്കെ വിസർജ്യങ്ങളായിക്കോട്ടെ, ഇവയിലൊക്കെയാണ് ഈ ഈച്ചകൾ വന്നിരിക്കുക അല്ലെങ്കിൽ ഈച്ച അവയുടെ പ്രജനനം നടത്തുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ചെറിയൊരു ലൈഫ് സ്പാനുള്ള ജീവിയാണ് ഈച്ച. ഏകദേശം 3 മുതൽ 4 ആഴ്ച വരെയൊക്കെ അതിന് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ പെണ്ണീച്ചകൾ ഏകദേശം 500 മുതൽ 700 മുട്ടകൾ വരെ ഇടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ വന്നിരുന്നിട്ടാണ് ഇത് ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ചകളുടെ ശരീരത്തിൻ്റെ കാലുകളിലുള്ള കീമോ റിസപ്റ്റേഴ്സ് മുഖാന്തരമാണ് ഇവ ടേസ്റ്റുകളെ പറ്റി അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭക്ഷണങ്ങളിലും അത് എന്താ പറയുന്നത് വിസർജ്യങ്ങളിലും ഒക്കെ പോയിരിക്കുന്നത്. കാരണം അവിടെ നിന്നാണ് അത് ഭക്ഷണത്തെ പറ്റി മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് തരത്തിലുള്ള നമ്മുടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരുപാട് രോഗാണുക്കളെ വഹിച്ചുകൊണ്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് ഇവയുടെ കാലുകളിലൊക്കെ രോമം പോലെയുള്ള ചില സംവിധാനങ്ങൾ, അപ്പോൾ ഇതിലൊക്കെ കൂടി എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെ ഇത് പല സ്ഥലങ്ങളിലായിട്ട് പടർത്താനുള്ള ഒരു സാധ്യതയും കൂടെയാണ്. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ ഭക്ഷണത്തിൽ ഈച്ച വന്നിരിക്കും. പക്ഷേ ഈച്ചയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവ എന്ത് ചെയ്യും, അവ വിസർജനം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ വിസർജിക്കുന്ന കൂട്ടത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവും, അവയുടെ മുട്ടകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ കണ്ടാമിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഇതുവരെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു രീതി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈച്ചകൾക്ക് 360 ഡിഗ്രിയാണ് അവയുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവയെ തച്ചു കൊല്ലാനൊന്നും നിർവാഹമില്ല. കാരണം ഇവയുടെ കണ്ണുകളിൽ ഏകദേശം 4000-ലധികം ചെറിയ ലെൻസുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഇവ കാണുന്ന വളരെ എന്താ പറയുക, നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന സ്ലോ മോഷൻ പോലെയുള്ള ഫീലിലാണ് ഇവ നമ്മുടെയൊക്കെ മൂവ്മെൻറ്റ്സ് കാണുന്നത്. അപ്പോൾ വളരെ ക്വിക്കാണ് ഇവയ്ക്ക് കാഴ്ചകൾ. അതായത് മനുഷ്യൻ്റെ വിഷനിൽ മനുഷ്യനൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡിലേക്ക്, അവൻ്റെ ഉള്ളിലേക്ക് ആ സിഗ്നൽ കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി വേഗതയിലാണ് ഈച്ചകൾക്ക് ആ വിഷ്വൽസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈച്ചകളെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഫിസിക്കലി ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് ഈച്ചകളെ അകറ്റുവാൻ വേണ്ടിയിട്ട് കെമിക്കൽ റിപ്പല്ലൻ്റുകൾ ഉപയോഗിക്കും അല്ലേ, അല്ലെങ്കിൽ കെമിക്കൽ കില്ലേഴ്സ് ഉപയോഗിക്കണം. അപ്പോൾ ഈ കെമിക്കൽ കില്ലേഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളത് സൈബർമെത്തൻ പോലെയുള്ളതുണ്ട്, അല്ലെങ്കിൽ പൈറത്രിൻസ് പോലെയുള്ള, അല്ലെങ്കിൽ പൈറത്രോയിഡ്സ് പോലെയുള്ള കോമ്പൗണ്ട്സുകളൊക്കെയാണ് നിലവിൽ യൂസ് ചെയ്യുന്നത്. കാരണം നോക്കൗട്ട് കില്ലേഴ്സ് ആണ്, പെട്ടെന്ന് തന്നെ മരിക്കാൻ വേണ്ടി. പക്ഷേ ഇവയുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയൊക്കെ തന്നെ മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ദീർഘനാളായിട്ട് അതിൻ്റെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ അതുമായിട്ട് ഉള്ള പ്രസൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാകാൻ, ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽ ആയിട്ടുള്ള ഈച്ചകളെ ഒഴിവാക്കാനുള്ള റിപ്പലൻറ്റുകളെ മാറ്റിക്കൊണ്ട് നാച്ചുറലായിട്ടുള്ള സംവിധാനത്തിലേക്ക് മാറുവാനായിട്ട് നമ്മൾ ശീലിക്കേണ്ടതായിരിക്കും. അതിനുള്ള സംവിധാനങ്ങൾ പ്രകൃതിയിൽ തന്നെയുണ്ട്. പ്രകൃതിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈച്ചകളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. പല തരത്തിലാണ് ഈച്ചകളെ നിയന്ത്രിക്കാനുള്ള. ഈച്ചയുടെ ഫ്ലൈ ബെയ്റ്റ്സ് ഉണ്ട്, അതായത് ഭക്ഷണം അവയെ അട്രാക്ട് ചെയ്തിട്ട് അവയെ ട്രാപ്പിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അകന്നു പോകുന്ന തരത്തിലുള്ളതുണ്ട്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്ന തരത്തിലൊക്കെയുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്കിന്ന് പരിചയപ്പെടാം. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈച്ച ലോകത്തെമ്പാടുമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഇതുമൂലമുള്ള പ്രശ്നങ്ങളും വളരെ വലുതാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം ഈക്കോളെ പോലെയുള്ള
രോഗാണുക്കളെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ കോളറ അല്ലേ, ഒരുപാട് നമ്മുടെ ഈ ഭൂമിക്ക് തന്നെ വളരെയധികം ക്ഷതം വരുത്തി വെച്ചിട്ടുള്ള ഒരു മനുഷ്യകുലത്തിന് തന്നെ വലിയ ക്ഷതം വരുത്തി വെച്ചിട്ടുള്ള ഒരു രോഗമാണ് കോളറ. അപ്പോൾ ഈ കോളറയുടെ പ്രധാനമായിട്ടുള്ള ഒരു സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യ വിസർജ്യങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചകളാണ് അല്ലേ. മനുഷ്യ വിസർജ്യങ്ങളിൽ വന്നിരുന്നിട്ട് അവിടുന്ന് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈച്ചകളാണ് പ്രധാനമായിട്ട് വില്ലന്മാരായിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈഫോയിഡ് ഇല്ലേ, ടൈഫോയിഡ് പനി, അതുപോലെ തന്നെ നമുക്കറിയാം ട്യൂബർകുലോസിസ് ഇല്ലേ, TB ഇങ്ങനെയുള്ള വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പകരാനായിട്ട് ഈച്ച ഹേതുക്കളായി മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ചയെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകമെമ്പാടും ഒരേപോലെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇതിനൊരു സംവിധാനം ഉള്ളത്? ഈ മുൻ പറഞ്ഞിട്ടുള്ള കെമിക്കൽ റിപ്പല്ലൻസ് അല്ലെങ്കിൽ കെമിക്കൽ കൺട്രോളിങ് ഏജൻസികളൊക്കെ സ്വാഭാവികമായിട്ടും ബയോ അക്യൂമുലേഷനിൽ കൂടി ഹ്യൂമൻസിനും പെറ്റ്സിനും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് എന്താ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് വേണ്ട, കാരണം എന്തായാലും ഈച്ചയെ നിയന്ത്രിച്ചാൽ നമുക്ക് മതിയാവുള്ളൂ. അപ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റ് ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ള എന്ത് റെമഡി എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം യൂക്കാലിപ്റ്റസ് ഉണ്ട്, പെപ്പർമിൻ്റ് ഉണ്ട്, ലെമൺ ഗ്രാസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസിന് ഒരു വലിയ പരിധി വരെ നമുക്ക് ഈ ഈച്ചകളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവയുടെ കീമോ റിസപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഈ കീമോ റിസപ്റ്റേഴ്സിനെ മാസ്ക് ചെയ്ത് ഫുഡിൻ്റെ പ്രസൻസ് ഇവയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കാതെ വരുത്തി ഇവയെ ആ സ്ഥലത്ത് നിന്നും ദൂരേക്ക് അകറ്റി മാറ്റുവാനായിട്ട് നാച്ചുറലായിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് ബേസ്ഡ് പ്രോഡക്റ്റുകൾക്ക് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രോഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആപ്ടെക് പുറത്തിറക്കിയിട്ടുള്ള നാച്ചുറൽ ഹെർബൽ ഹൗസ് ഫ്ലൈ റിപ്പലൻറ്റ്. ഇത് നിരവധിയായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള എസെൻഷ്യൽ ഓയിലുകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ലെമൺ ഗ്രാസ് ഉണ്ട്, പെപ്പർമിൻ്റ് ഉണ്ട്, സെഡാവർ ഓയിലുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ ബ്ലെൻഡാണ്. അപ്പോൾ ഇത് വളരെ സേഫാണ്. നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കും. കാരണം ഈച്ച വരുന്ന ഭക്ഷണങ്ങളുടെ അടുത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് കെമിക്കൽ കമ്പോണൻസ് ആയിട്ടുള്ള റിപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിമിതിയുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഹെർബൽ റിപ്പല്ലൻറ്റ് നമുക്ക് ധൈര്യമായിട്ട് ഭക്ഷണങ്ങൾക്ക് ചുറ്റുമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡോർസ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനൊക്കെ. നമ്മുടെ യാത്രകൾ വേണമെങ്കിൽ നമുക്കിത് കൂടെ കൊണ്ടുപോകാം. നമ്മൾ കയറുന്ന ഹോട്ടൽസിലൊക്കെ ടേബിൾസൊക്കെ ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവിടെ സ്പ്രേ ചെയ്ത ടീച്ചകളെ അകറ്റിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കൂടി ഇത് തുറന്നു വെക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് ഇനിയും കാണാം.